أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ ഏറ്റവും മനോഹരമായ നിലയിൽ പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ബലദിൻ്റെ തഫ്സീറിൻ്റെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞുപോയി. ആ ക്ലാസ് കേൾക്കാത്തവരെല്ലാവരും കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സൂറത്തുൽ ബലദ്, ബലദ് എന്ന് പറഞ്ഞാൽ നാട് എന്നർത്ഥം, പ്രദേശം, സ്ഥലം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ, കഅബ ഷരീഫ്, അള്ളാഹുവിൻ്റെ ഭവനം നിലകൊള്ളുന്ന മക്കത്തുൽ മുക്കറമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ഏറ്റവും ആദരിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട സ്ഥലം ഏതാണ്? പുണ്യമായ ഹറം, പുണ്യമായ മക്ക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടിനോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും ആദരവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ ഉംറയ്ക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ പരിശുദ്ധമായ കഅബ ഷരീഫിനെ കാണുമ്പോൾ തന്നെ പറയേണ്ട ഒരു ദുആ ഉണ്ട്. എന്താണ് ദുആ? അല്ലാഹുമ്മ, പറഞ്ഞേ, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅളീമ. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅളീമ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ഭവനത്തിന്, ഈ വീടിന് ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ ആദരവും ഇതിൻ്റെ ഷറഫും നീ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണേ പടച്ചവനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞതിന് ശേഷം കഅബ ഷരീഫിനെ നോക്കിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഉംറയ്ക്ക് പോകുന്ന സമയത്ത് എത്രത്തോളം ഹൃദയസ്പൃക്കാട്ട്, ഖൗഫോടെ, ഖുശൂഅോടുകൂടി ഹൃദയംഗമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. ആ ഒറ്റ നോട്ടത്തിൽ കഅബ ഷരീഫിനെ കാണുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. പിന്നീടാണ് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ സ്പീഡ് കൂട്ടാൻ പാടില്ല. അള്ളാഹു നമുക്ക് കൂടുതൽ ആ നാടിലേക്ക് പോകാനും അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അധികമായ നിലയിൽ ആ ഭവനത്തിൽ പോയി നമുക്ക് ഉംറ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, പടച്ചവന് ഏറ്റവും ഇഷ്ടമായ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് അല്ലേ? തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യുമ്പോൾ തന്നെ തങ്ങൾ പറഞ്ഞതാണ്, വല്ലാഹി ഇന്നക ലഅഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ്, തീർച്ചയായിട്ടും എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ലഅഹബ്ബുൽ ബിഖാഇ ഇലയ്യ, എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട നാടാണിത്. ഈ സമൂഹം എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് പോകത്തില്ലായിരുന്നു. ആ നാടിനെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ് സഹോദരങ്ങളെ. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അതിൻ്റെ തഫ്സീർ നമ്മൾ പറഞ്ഞു. വഅൻത, അങ്ങ്, താങ്കൾ, ഹില്ലുൻ, തങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എവിടെ? ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ അല്ലേ? അതിൻ്റെ വിശദീകരണം നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ്, അങ്ങ് ഈ നാട്ടിൽ ഇറങ്ങിയതോടുകൂടി ഈ നാടിൻ്റെ മഹത്വവും ഇതിൻ്റെ ഷറഫും ഇതിൻ്റെ അളമത്തും ഇതിൻ്റെ സ്ഥാനവും അത് ലോകത്ത് മുഴുവൻ പ്രഭാപൂരിതമായി പ്രകാശിച്ചു ശോഭിച്ചു അങ്ങയുടെ വരവോടുകൂടി അല്ലേ? ഹില്ല്, റബീഉൽ അവ്വൽ മാസം തുടങ്ങിയിരിക്കുകയാണ് അല്ലേ?
റബീഉൽ മാസം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ്. റബീഉൽ മാസത്തെ മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റബീഉൽ മാസത്തിൽ റബീഉൽ മാസവും അല്ലാത്ത മാസങ്ങളിലും നമ്മളുടെ പ്രവാചകൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു, തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നിറയ്ക്കണം. അതിനുള്ള സമയമാണ് റബീഉൽ മാസത്തിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും എപ്പോഴും. അള്ളാഹു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെക്കുറിച്ച് പറയുക, കേൾക്കുക, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, തങ്ങളുടെ സീറത്തിനെക്കുറിച്ച്, തങ്ങളുടെ ചരിത്രം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൗലൂദ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അധികമായി നമ്മൾ കേൾക്കണം, അധികമായി നമ്മൾ പറയണം. എത്രത്തോളം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, അല്ലേ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്ര എല്ലാവരെക്കാളും ഞാൻ ആരായി മാറണം? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറണം, അല്ലേ? അതെ, മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. എന്താണ് ഹദീസ്? ഹദീസ് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. എങ്ങനെ? മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാൾ, വലദിഹി, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരെക്കാൾ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ അങ്ങേയറ്റം അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ തങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ലെന്ന് പറഞ്ഞു. നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ നഫ്സിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അൽആൻ യാ ഉമർ, ഇപ്പോഴാണ് നിന്റെ ഈമാൻ എന്ത് ചെയ്തത്? സമ്പൂർണ്ണമായത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നായകൻ, നമ്മുടെ വഴികാട്ടി, ഉമ്മത്തിൻ്റെ നായകൻ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ആ പ്രവാചകന് വേണ്ടി സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു. അള്ളാഹുവും അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും മുഴുവൻ മലക്കുകളും, ഇന്നല്ലാഹ വമലായികതഹു, ആകാശമണ്ഡലങ്ങളിലും ഭൂമിയിലുള്ള കോടിക്കണക്കിന് മലക്കുകളും യുസല്ലൂന അലൻ നബി, ആ പ്രവാചകന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ആ പ്രവാചകന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യും? സലാത്ത് ചൊല്ലുക. ഉമ്മത്തിൻ്റെ ഇടയിൽ റബീഉൽ അവ്വൽ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമാണ്. മൗലൂദ് ഓതണോ വേണ്ടായോ? എന്തിനാണ് ഈ വഴക്കും ബഹളത്തിന് പോകേണ്ട ആവശ്യം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള മൗലൂദും ദിക്റും വർഷം മുഴുവൻ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്താ മൗലൂദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറയുക, കേൾക്കുക, തങ്ങളുടെ സുന്നത്തിനെ കുറിച്ച് കേൾക്കുക, പറയുക, ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ശൈത്താൻ്റെ ജോലി എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഉള്ള അമലുകളിൽ നിന്ന് മനുഷ്യന് അത്രയും സമയത്ത് 10 സലാത്ത് ചൊല്ലിയാൽ എന്തായി? 10 സലാത്ത് ചൊല്ലിയാൽ അത്രയും കൂലി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവൻ്റെ മേൽ 10 സലാത്ത് ചൊല്ലും. വെച്ചാൽ 10 നന്മ അവൻ്റെ മേൽ ചൊരിയും, 10 റഹ്മത്ത് ചൊരിയും. വഹുത്ത അൻഹു അശ്റു സയ്യിആത്തിൻ, 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. വറുഫിഅത് ലഹു അശ്റു ദറജാത്തിൻ, 10 ദറജകൾ അല്ലാഹു ഉയർത്തും. ഒരു സലാത്തിൻ്റെ പേരിൽ. അപ്പോൾ ഒരു 100 സലാത്ത് ചൊല്ലിയാലോ? ഞാനും നിങ്ങൾ നമ്മുടെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ചോദ്യത്, ഏതൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് തങ്ങൾ കഷ്ടപ്പെട്ടത്, പാടുപെട്ടത്, അധ്വാനിച്ചത്. തങ്ങളുടെ രാവും പകലും ഒരുപാട് ത്യാഗങ്ങൾ, കഷ്ടപ്പെട്ടത്.
തങ്ങളുടെ ദുആയും പ്രാർത്ഥനയും കരച്ചിലും എല്ലാം ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥയാണ്, എൻ്റെ ഉമ്മത്തിന് അള്ളാഹു എൻ്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മത്തിൽ ആരും നരകത്തിൽ പോകല്ലേ പഠിച്ചു. നമുക്ക് വേണ്ടി ഉമ്മത്തിന് വേണ്ടി കരയുകയും ത്യാഗം ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്ത ആ പ്രവാചകന് വേണ്ടി നമ്മൾ എത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട്. നമ്മൾ മനസ്സിലോ നഫ്സിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചത് ദിവസം ഏറ്റവും ചുരുങ്ങി ഒരു 100 സ്വലാത്തെങ്കിലും നമ്മൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും ചൊല്ലി. ഒരു നമസ്കാരം അത് പൂർത്തിയാകണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ഇല്ലാതെ ആ നിസ്കാരം പൂർത്തിയാവും. അത്തഹിയാത്തുൽ പറഞ്ഞ് തഹിയാത്തുൽ മുബാറകാത്ത് സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഓക്കെ, സലാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഏതാണ്? സലാത്ത് ഇബ്രാഹിം. സലാത്ത് ഇബ്രാഹിമാണ് നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാത്ത്. നമ്മളെല്ലാവരും അധികം പതിവാക്കാൻ വേണ്ടി അതാണ് സലാത്ത് ഇബ്രാഹിം പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിൻ്റെ ഏറ്റവും ഷോർട്ടായ രൂപമാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എങ്ങനെ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി. അധികമായിട്ട് നമ്മൾ സലാത്തുകൾ അധികരിപ്പിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് റഹ്മത്തുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. സലാത്തുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു തആല ബർക്കത്തുകൾ നൽകും. ജീവിതത്തിൽ ബർക്കത്ത് നൽകും, കുടുംബത്തിൽ ബർക്കത്ത് നൽകും, തൊഴിലിൽ ബർക്കത്ത് നൽകും. സലാത്തുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ വിഷമങ്ങൾ, ടെൻഷനുകൾ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുകൾ അധികരിപ്പിച്ചാൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും വലിയ കഞ്ചൂസ് ആരാണ്? അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ. ഏറ്റവും വലിയ കഞ്ചൂസ് ആരാണ്? എന്നെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എന്നെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും നമ്മൾ അധികമാക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരിമാരെ, മക്കൾ എല്ലാവരോടും സ്വലാത്ത് ചെല്ലാം. നമ്മൾ പ്രത്യേകിച്ച് അറബികൾ, ഈജിപ്ഷ്യൻസ്, അവരുടെ ഇടയിൽ ഒരു നല്ല ഗുണമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സല്ലി അലൻ നബി, യാ അല്ലാഹ് സല്ലി അലൻ നബി. എന്താ എൻ്റെ അർത്ഥം? സ്വലാത്ത് ചെല്ല്, അള്ളാഹിൻ്റെ റസൂലുമേ സ്വലാത്ത് ചെല്ല്. സാധാരണക്കാര ആളുകളും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കും, കുറച്ച് അടിയും പിടിയൊക്കെ ഉണ്ടാക്കും. അവസാനം പറയുന്നത് എന്താ? പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താ? യാ അല്ലാഹ് സല്ലി അലൻ നബി. എന്താ പറയുന്നത്? സല്ലി അലൻ നബി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി പ്രശ്നം ഇവിടെ ഒഴിവാക്കാനെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോഴേ അത് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താ? സല്ലി അലൻ, യാ അല്ലാഹ് സല്ലി അലൻ നബി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി പ്രശ്നം ഇവിടെ സോൾവ് ആക്കാം. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല, മുഅ്മിനാവുകയില്ല, ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാകുവോളം അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളോടുള്ള സ്നേഹം, ഒന്ന് തങ്ങളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോടുള്ള സ്നേഹം. ഈ രണ്ട് സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ നിബിധങ്ങളെ സ്നേഹിക്കുന്നവനാണെന്ന് പറയാൻ കഴിയുള്ളൂ. ഒരാൾ അള്ളാഹിൻ്റെ റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നബിയെ സ്നേഹിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അറിയോ? ഒരു മോൻ വാപ്പാടുത്ത് പറയുകയാണ്, അല്ലെ ഉമ്മാടുത്ത് പറയാം, ഉമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മയോട് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ വാപ്പാട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉമ്മയും വാപ്പ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞൊന്നും അനുസരിക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല. പിന്നെ പറയുന്നത് അമ്മയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, വാപ്പായെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, പക്ഷെ അനുസരിക്കുമോ? അനുസരണയില്ല. ഉള്ള പേരുദോഷം എല്ലാം ഉണ്ടാക്കി വെക്കും. പുറത്ത് പോയാലും പ്രശ്നമാണ്, ഇവിടെ പോയാലും പ്രശ്നം, എപ്പോഴും കംപ്ലൈൻറ്റുകൾ ഞാൻ വന്നുകൊണ്ടിരിക്കുക മോനെക്കുറിച്ച്, മോളെക്കുറിച്ച്. അനുസരണയുള്ള മോനെന്ന് പറയാൻ പറ്റുമോ? ആ വാപ്പായും ഉമ്മയുടെ ഒരു റിക്വസ്റ്റ് എന്താ? എൻ്റെ പൊന്നുമോനെ നിൻ്റെ ഈ പറച്ചിലൊന്ന് നിർത്ത്, നല്ല അനുസരണയുള്ള ഒരു മോനാകും, സമൂഹത്തിൻ്റെ ഇടയിൽ നീ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയിപ്പീര്, നല്ല കമൻസുകൾ പറയിപ്പീര്, അല്ലേ?
അള്ളാഹുവിൻ്റെ റസൂലിനോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുഴുവൻ ജീവിതത്തിൽ യാതൊരു ബന്ധവുമില്ല. അത് യഥാർത്ഥ സ്നേഹമല്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുമോ അവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്താ പറഞ്ഞ്? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്നെ സ്നേഹിച്ചോ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാളെ പരലോകത്തിൽ ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസറിൽ എല്ലാവർക്കും ഇങ്ങനെ വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കും. ഹൗദുൽ കൗസറിൻ്റെ പാനീയം കോരി കൊടുത്തുകൊണ്ടിരിക്കും. ഭയങ്കരമായ നില ആളുകൾ ഉമ്മത്തികൾ ഇങ്ങനെ വാങ്ങിച്ചു കുടിക്കുകയാണ്. ആ സമയത്ത് വലിയൊരു മറ വന്ന് വീഴും. അവർക്ക് പക്ഷേ അള്ളാഹിൻ്റെ റസൂലിലേക്ക് കടക്കാൻ കഴിയുകയില്ല, പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, എന്തിനാണ് ആ മറയിട്ടത്? മലക്കളോട് പറയും, ഉസൈഹാബി, എൻ്റെ അനുയായികളാണ്, ഉമ്മത്തികളാണ്, അവരെ കയറ്റിവിടെന്ന് പറയും. ആ സമയത്ത് പറയപ്പെടും, തങ്ങളുടെ ഉമ്മത്തികളാണെന്ന് പറഞ്ഞു നടന്നവരാണ്, പക്ഷേ അവരുടെ ജീവിതത്തിൽ തങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു, തങ്ങളുടെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താ പറയുന്നത്? സുഹ്കൻ. എന്താ അർത്ഥം? അവരെ എനിക്ക് കാണുകയേ വേണ്ട. എന്താ പറയുന്നത്? അവരെ എനിക്ക് കാണുകയേ വേണ്ട. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമ്മൾ പള്ളിയിലോട്ട് കയറുന്നു, വലത് കാല് വെച്ച് നമ്മൾ കയറണം. എന്താ പറയേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. എന്താ പ്രാർത്ഥന? പള്ളിയിലോട്ട് കയറുമ്പോൾ 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? സലാത്ത് ചെല്ലണം. 2 ഇസ്തിഗ്ഫാർ. 3 ദുആ. എന്താണ് അത്? 3 കൂടെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക്. 3 വന്നില്ലേ? ഇത് 3 ഹദീസ് ഉണ്ട്. ഇത് 3 സെപ്പറേറ്റ് ഹദീസ് വന്നിട്ടുണ്ട്. 3 വന്നിട്ടുണ്ട്. ഒന്ന് കയറുന്ന സമയത്ത് സലാത്ത് ചെല്ലുന്നതിന് ഹദീസുണ്ട്, കയറുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലുന്നതിന് ഹദീസുണ്ട്, കയറുന്ന സമയത്ത് ദുആ പറയുന്നത്. അപ്പം നമ്മളിത് 3 കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക്. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക്. പള്ളിയിലോട്ട് കയറുമ്പോൾ ആ സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരങ്ങൾ ഫർളിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോയി ജോയിൻ ചെയ്യുക. ഇല്ല എങ്കിൽ സുന്നത്ത് നമസ്കരിക്കും. ഉളൂവിൻ്റെ നിസ്കാരമുണ്ട്, തഹിയ്യത്ത് നിസ്കാരമുണ്ട്, എത്രയെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ കിടക്കുക. പ്രിയമുള്ളവരെ, ആ സുന്നത്തുകളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ. ഒരാൾക്ക് തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് 5 നേരത്തെ നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ഒമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ, ആരത് നിലനിർത്തിയോൻ ദീൻ നിലനിർത്തിയവനാണ്. ഒമൻ ഹദമഹ ഫഖദ് ഹദമദ്ദീൻ, ആര് നിസ്കാരത്തെ നിലനിർത്തിയില്ല അവൻ ദീനിനെ പൊളിച്ചവനാണ്. നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊട്ടിക്കോഷിച്ചുകൊണ്ട് നടക്കുന്നു, നിസ്കരിക്കുന്നില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിനെ പൊളിച്ചുകൊണ്ടാണോ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്നേഹം ദീനിനെ പൊളിക്കുന്ന ഒരു ഭാഗത്ത് ചവിട്ടി പൊളിക്കുന്നു, പൊളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്നേഹമുണ്ടെന്ന് പറയുന്നു. നല്ല സഹോദരങ്ങളെ, നമ്മൾ ഈ 2 സ്നേഹവും ഒരുമിപ്പിക്കണം. ഒന്ന്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദാത്തിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? അധികമായ നിലയിൽ സ്വലാത്ത് ചെല്ലേണ്ടത്. ഇങ്ങനെ അധികമായ നിലയിൽ ഒരാൾ സലാത്ത് എല്ലാം നാവ് അനക്കാം, സലാത്ത് എല്ലാം നാവ് പൊന്തുന്നില്ല എന്നർത്ഥം അള്ളാഹിൻ്റെ റസൂലിനോട് ഹൃദയംഗമായ സ്നേഹമില്ല എന്നുള്ളതാണ്. സലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും അധികരിപ്പിക്കുക. ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. ദിവസം ഒരു ഹദീസെങ്കിലും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമ്മൾ കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ കുടുംബത്തിന്, മക്കൾക്ക് പകർന്നു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ അടയാളമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. കുറച്ച് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്ത് ബലദിൻ്റെ ഒരു സന്ദേശമാണ് അള്ളാഹിൻ്റെ റസൂലിനെ മനസ്സിലാക്കുക. കാരണം എന്താ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഈ നാട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്.
ഈ നാടിൻ്റെ മഹത്വവും പദവിയും സ്ഥാനവും ഇത്രത്തോളം വാനോളം ഉയരാൻ കാരണം എന്താ? അന്ത ഹില്ലും ബിഹാദൽ ബലദ്. അങ്ങ് ഈ നാട്ടിലിറങ്ങിയതോടുകൂടി ഒരുപാട് പ്രവാചകന്മാർ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ള പ്രവാചകന്മാരെല്ലാം ഈ നാട്ടിൽ വന്ന് തവാഫ് ചെയ്താണ് പുണ്യമായ കഅബ ഷരീഫിനെ. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായി അങ്ങയുടെ വരവോടുകൂടി, ഇമാമുൽ അംബിയാഇന്റെ സയ്യിദുൽ അംബിയാഇന്റെ വരവോടുകൂടി ഇതിന്റെ മഹത്വവും സ്ഥാനവും പദവിയും ഒക്കെ അള്ളാഹു ഉയർത്തി, ആകാശത്തോളം ഉയർത്തി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി മക്കയിൽ നിന്നും പുണ്യമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി അല്ലേ, ഇസ്രാ രാത്രിയിൽ. അവിടെ മുഴുവൻ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇമാമായിട്ട് നിന്നു. പിന്നെ അതിനുശേഷം അങ്ങോട്ട് പോയി 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുന്തഹയിലെത്തി. അവിടുന്ന് വീണ്ടും യാത്ര ചെയ്തു. അള്ളാഹുവിനെ നേരിൽ കണ്ട് മുനാജാത്ത് ചെയ്ത് ഉമ്മത്തിലെ വേണ്ടുന്ന ഗിഫ്റ്റുമായിട്ടാണ് മടങ്ങി വന്നത്. ഗിഫ്റ്റ് എന്തായിരുന്നു? 5 നേരത്തെ നിസ്കാരം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. മുഴുവൻ പ്രവാചകന്മാരും, ഒരു പ്രവാചകന്മാർക്കും ഇത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലദീ അസ്റാ പറഞ്ഞേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹു ആ നാടിന് ബർക്കത്ത് ചെയ്യട്ടെ. ആ നാട്ടിലാണ് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനും ഇസ്രായേലും ജൂതന്മാരും തമ്മിലുള്ള പോരാട്ടം. അള്ളാഹു ഫലസ്തീൻ മക്കൾക്കും അള്ളാഹു വിജയം നൽകട്ടെ. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് അള്ളാഹു തിരിച്ചു നൽകട്ടെ. നാടിന് അള്ളാഹു മോചനവും സ്വാതന്ത്ര്യവും പടച്ചു നൽകട്ടെ. അവിടെ ശുഹദാക്കൾക്ക് അള്ളാഹു അവിടെ നിന്ന് മരണപ്പെട്ടവരെ എല്ലാവരെയും, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുതിർന്നവരെയും മുജാഹിദീങ്ങളെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാറക്നാ ഹൗല. അള്ളാഹു ബർക്കത്ത് ചെയ്ത നാടാണ്. وأنت حل بهذا البلد ووالد وما ولد. ووالد وما ولد. ووالد ഓരോ പിതാവിനെ കൊണ്ട് സത്യം. വമാ വലദ് പിതാവിൽ ജന്മം നൽകിയ മൗലൂദിനെ കൊണ്ട് സത്യം. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. വാലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പിതാവ്. ആ പിതാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? ഒരു കൂട്ടം ഉലമാക്കൾ പറഞ്ഞു അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. വലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരാശിയും, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരാശിയും. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു വാലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, വലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതല്ലേ, കാരണം കഅബയായിട്ട് കണക്ട് അല്ലേ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഓക്കെ, അൻത ഹില്ലും ബിഹാദൽ ബലദ്. അള്ളാഹുവിന്റെ റസൂലിനെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെന്താ പറഞ്ഞ്, ഈ നാടിനെ, ഈ കഅബ ഷരീഫിനെ പടുത്തുയർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു വാലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ വാലിദുകളും, മുഴുവൻ പിതാക്കന്മാരും. വലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ മക്കൾ. അത് മനുഷ്യർ മാത്രമല്ല, മനുഷ്യേതര ജീവജാലങ്ങൾ, എല്ലാ ജീവികളും. അതിനൊരു വാലിദുണ്ട്, വലതുണ്ട്. വാലിദും വലതും ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ ജനറേഷൻ ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു വാലിദ് വലത് എന്ന് പറയുന്നത് കേവലം മനുഷ്യരോ ജീവജാലങ്ങളോ മാത്രമല്ല. വാലിദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ മുന്നേറ്റങ്ങൾക്കും, അതുപോലെ തന്നെ എല്ലാ ഓരോ വിപ്ലവങ്ങൾക്കും ജന്മം നൽകിയവർ, ഓരോ നായകന്മാർ, സമൂഹത്തിൻ്റെ നായകന്മാർ, ഉമ്മത്തിൻ്റെ നായകന്മാർ, ഒരു കുടുംബത്തിൻ്റെ നായകന്മാർ, ഒരു പ്രദേശത്തിൻ്റെ നായകന്മാർ, ഒരു രാജ്യത്തിൻ്റെ നായകന്മാർ. അങ്ങനെയെങ്കിൽ ഈ വാലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാലിദാണ്. വലത് മക്കളായ നമ്മളെല്ലാവരുമായി. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെല്ലാവരും വലതായ മൗലൂദീങ്ങളാണ്. നമ്മുടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ്, ഒരു മാതൃകായോഗ്യനായ പിതാവിൻ്റെ റോൾ മോഡലായ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ്. നമ്മൾ ഓരോരുത്തരും വാലിദുകളായി മാറണം. എങ്ങനെ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു സമൂഹത്തെയാണോ, ഏതൊരു സംസ്കാരത്തെയാണോ, ഏതൊരു ആദർശത്തെയാണോ, ഏതൊരു ദഅവത്തിനെയാണോ ലോകത്ത് നടപ്പാക്കിയത്, അതേ നിലയിൽ ലോകത്ത് പുതിയ പുതിയ നല്ല നല്ല സംസ്കാരങ്ങളെയും തൗഹീദിന്റെ വക്താക്കളെയും ഒക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വാലിദുകളായി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മാറണം.
അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. ദാറുൽ ഖുർആനിലെ ഓരോരുത്തരും വാലിദുകളാണ്. ഓക്കെ, അവ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും മൗലൂദുകളാണ്. ആർക്കെല്ലാം ഇൽമു പറഞ്ഞു കൊടുക്കുന്നവരെല്ലാവരും ആരായി മാറും? മൗലൂദുകളായി. അള്ളാഹു നമുക്ക് തന്നെ ആ നിലയിൽ പഠിച്ച് നമ്മൾ ഓരോരുത്തരെയും കബൂലാക്കട്ടെ. വലത് പിന്നെ ബാക്കി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഒന്നുകൂടെ ഓതിയേ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അത് സത്യം ചെയ്യാൻ വേണ്ടി എത്ര കാര്യങ്ങൾ പറഞ്ഞ്? 3-4 4 കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്യും. അപ്പൊ മുഖ്സം ബിഹി എന്താണ് സത്യം ചെയ്ത് അല്ലാഹ് പറഞ്ഞത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഫീ കബദ്, മശക്കത്തുകളിലായിട്ട്, പ്രയാസങ്ങളിലായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലേ? മശക്കകളിലായിട്ട് അല്ലേ? പിന്നെ ഹാഫിള മശക്കകളാണ്. കാരണം ഇപ്പം ഒരു മശക്കത്തിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന് അത് ഇങ്ങനെ അതിൻ്റെ സക്കീനത്ത്, അതൊരു മശക്കയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ജനിച്ച് വീഴുമ്പോൾ തന്നെ മശക്കത്ത് തുടങ്ങുവാണ്. അല്ലേ? ഒരു കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ കുറേ മശക്കത്തുകളിലൂടെയാണ് ആ കുഞ്ഞിന് ജന്മം നൽകപ്പെടുന്നത്. അല്ലേ? ആ കുഞ്ഞിന് ജന്മം നൽകിയാലോ ഞാൻ ഈ മൂലയ്ക്കും കിടക്കുക എന്ന് പറയാൻ പറ്റുമോ? തഹറുക്കാകണം. തഹറുക്കായി മാതാവിൻ്റെ മറുപടത്തിലേക്ക് അണയണം. അതിന് പാല് കുടിക്കണം. അല്ലേ? കുഞ്ഞിന് പാല് കുടിക്കണം. കുഞ്ഞിന് പാല് കിട്ടണമെങ്കിൽ മാതാവ് മുത്തഹരിക്കായിരിക്കണം. മശക്കയാണ്. അല്ലേ? കബദിലാണ്. മാതാവ് മുത്തഹരിക്കായിരിക്കണം. പിന്നെ പാല് കുടിച്ചാൽ ഞാൻ പാല് കുടിച്ചുവിടാൻ കിടന്നോളാം, പറ്റത്തില്ല. വാപ്പ എന്താ ഉമ്മായും വാപ്പായും എന്താ പറയുന്നത്? യാ അല്ലാ ഹരിക്. എന്താ പറയുന്നത്? യാ അല്ലാ ഹരിക്, തുടങ്ങിക്കോ യാത്ര. മുക്കല്ലഫാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളിലേക്ക് എന്താണ് ആ കുട്ടി നടന്ന് നീങ്ങുകയാണ്, ഓരോന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പം പിന്നെ എന്തായി? ആ കുഞ്ഞിന് താലീമ് കൊടുക്കാൻ തുടങ്ങും. വിദ്യാഭ്യാസം, ദീനിയാ വിദ്യാഭ്യാസം, മറ്റു വിദ്യാഭ്യാസം. യാ അല്ലാ ഹരിക്, സ്കൂളിൽ പോകാൻ സമയമല്ലേ, എഴുന്നേക്ക് പോ, ഉറങ്ങുക, പറ്റത്തില്ല, എണീച്ചോ, അത്രയാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് പഠിത്തം എല്ലാം കഴിയുമ്പോഴത്തേക്കിനോ പിന്നെന്താണ്? പിന്നെ ഉപജീവനത്തിന് വേണ്ടിയുള്ള മശക്കത്താണ്, ഉപജീവനത്തിന് വേണ്ടിയുള്ള ത്യാഗമാണ്. അല്ലേ? ഉപജീവനത്തിന് വേണ്ടി ത്യാഗം, നമ്മളെല്ലാവരും ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി. അങ്ങനെ എപ്പോഴും മുതൽ ജനിച്ച് വീണിടം മുതൽ ഖബറിലേക്ക് എത്തിക്കുന്നത് വരെയും മശക്കത്തുൻ അലൽ മശക്ക, ത്യാഗങ്ങളുടെ മേൽ ത്യാഗമാണ്, ത്യാഗങ്ങളുടെ മേൽ ത്യാഗമാണ്. അല്ലേ? അല്ലേ? എപ്പം വരെ? ഖബറിലേക്ക് എത്തുന്നത് വരെയും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനപ്പെടുത്തുകയാണ് സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, തങ്ങളെ ജീവിതത്തിൽ, മക്കയിലെ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ അങ്ങേക്ക് ഇത്രത്തോളം മഹത്വവും പദവിയും സ്ഥാനവും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ മക്കയിലെ മുശ്രിക്കീങ്ങളുണ്ടല്ലോ അങ്ങേ വില കൽപ്പിച്ചില്ല. അങ്ങ് വിഷമിക്കണ്ട കേട്ടോ, അങ്ങ് വിഷമിക്കണ്ട. വഅൻത ഹില്ലും ബിഹാദിൽ ബലദ്, അങ്ങ് ഇറങ്ങിയതിന്റെ പേരിലാണ് ഈ നാടിന് മഹത്വവും സ്ഥാനവും അള്ളാഹു ഉയർത്തിയത്. ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങേ വിഷമിപ്പിക്കുന്നതിന്റെ പേരിൽ അങ്ങ് വിഷമിക്കുകയേ വേണ്ട. ഭൗതിക ജീവിതത്തിൽ ഖബദാണ്, മശക്കത്തുനൽ മശക്ക, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം. മുഅ്മിനീങ്ങളെ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ഈമാനിന്റെ അഹ്ലുകാരും മറ്റുള്ളവരെ പോലെയല്ല, ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുനിയാവിൽ സഹിക്കേണ്ടി വരും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പലതരത്തിലുള്ള. അല്ലേ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ജീവിതവും മരണവും തന്നെ എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കും. എങ്ങനെ? ബിശൈഇൻ മിനൽ നഖ്സിൻ മിനൽ അംവാൽ, സമ്പത്തിൽ ചിലപ്പോൾ കുറവ് സംഭവിക്കും, ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. വൽ അൻഫുസി, രോഗങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയേക്കാം. വസ്സമറാ, നിങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ എല്ലാം ചിലപ്പോൾ കുറവുകൾ സംഭവിക്കും. ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൃഷിയൊക്കെ നശിച്ചു പോയെന്ന് വരും. ഇതൊക്കെ പരീക്ഷണമാണ്. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കും നബി, സന്തോഷ വാർത്ത അറിയിക്കും. ആ ക്ഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ബാക്കി അയഹ്സബു അല്ലം പറഞ്ഞ് അഹ്സബു അല്ലം യറഹു അഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇങ്ങനെ എന്നിട്ട് പറഞ്ഞ് അയഹ്സബു അല്ലൻ
യഖ്ദിറ അലൈഹി അഹദ്. എന്താർത്ഥം? യഹ്സബു, അവൻ വിചാരിച്ചു പോയോ, അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവന്റെ മേൽ ആർക്കും ഒരു ആധിപത്യം ചെയ്യില്ല, അവന്റെ മേൽ ആരെയും കടന്നു കയറാൻ കഴിയത്തില്ല, ഇവനാണ് വലിയ ശക്തൻ എന്ന് അവൻ വിചാരിച്ചു പോയോ? എന്താർത്ഥം സഹോദരൻ? നിങ്ങൾ ശ്രദ്ധയില്, മുസലദാസങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയിൽ ഭയങ്കര ശക്തമായ ആജാനുബാഹുവായ ഒരാളുണ്ടായിരുന്നു. എന്താ പേര്? അബുൽ അഷദ്. എന്താ പേര്? അബുൽ അഷദ് ബിൻ അൽ ജുമഹി. അബുൽ അഷദ് ബിൻ കിൽദ അൽ ജുമഹി. ഭയങ്കര ശക്തനായിരുന്നു, ഭയങ്കര ആജാനുബാഹുവായ. പുള്ളിയുടെ വിചാരം എന്തായിരുന്നു? എന്നെ മറിച്ചിടാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അല്ലാഹു തആല ആയത്തിറക്കി, യഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. വേറെ ചിലര് അബൂജഹലിന്റെ പേരിലാണെന്നും വേറെ ചിലർ വലീദ് ബിൻ മുഗീറയുടെ പേരിലാണ് ആയത്തിറങ്ങിയെന്നും പറയുന്നുണ്ട്. സഹോദരങ്ങളെ, എത്ര വലിയ ശക്തരാണെന്ന് പറഞ്ഞാലും ശരി, അവൻ വിചാരിച്ചു അവനെ സൃഷ്ടിക്കപ്പെട്ടത് കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. ചെറിയൊരു പനി വന്നാൽ തന്നെ അവൻ മറിഞ്ഞു വീഴും. പിന്നെ അവൻ എന്ത് ശക്തിയുള്ളൊന്നുമില്ല. പിന്നെന്താ പറഞ്ഞേ? അയഹ്സബു അല്ലം യറഹു അഹദ്. ഒതിയെ അയഹ്സബു അല്ലം യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ. ഒതിയെ യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ. അവൻ പറയാണ്, അഹ്ലക്തു മാലൽ ലുബദാ, ഞാൻ ഒരുപാട് സമ്പത്ത് ഞാൻ എന്ത് ചെയ്ത് ചെലവഴിച്ചു ഒരുപാട്. ഇത് ഹാരിസ് എന്ന് പറയുന്ന, ഹാരിസ് ബിൻ അംറാൻ തോന്നുന്നു, അയാള് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരുപാട് പാവങ്ങൾ ചെയ്ത് എനിക്ക് ഒരു സമാധാനമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ്, നിനക്ക് കഫാറ കൊടുക്കണം. കഫാറയായിട്ട് ഒരുപാട് സമ്പത്ത് അദ്ദേഹം ചെലവാക്കിയതിന് ശേഷം പിന്നീട് വന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ ഒത്തിരി സ്വത്ത് ഞാൻ ചെലവഴിച്ചു, അതിൻ്റെ പേരിൽ അവന് പിന്നെ വലിയ വിഷമമായിട്ട് പ്രയാസമായിട്ട് എടുത്ത് പറയും. ചില ആളുകളുണ്ട് നല്ല വഴിയിലൊക്കെ ചിലവാക്കി, ഞാൻ ഒരുപാട് കൊടുത്ത് മതി, ഞാൻ തന്നതെല്ലാം കൊടുത്ത്, ഇനി എന്തുവാ പിന്നെ ചോദിച്ചോണ്ട് വരുന്നത്? എന്താ? എൻ്റെ കോട്ട കഴിഞ്ഞ് വരാറില്ലേ ചില ആളുകൾ? ഒത്തിരി ഞാൻ ചിലവഴിച്ചു, അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറയാ, യഖൂലു അഹ്ലക്തു മാലൽ ലുബദ, ഞാൻ അവൻ ഈ സമ്പത്ത് കൊടുത്തത്. എന്നിട്ട് പറയാം, ഞാൻ ഈ സമ്പത്ത് ഇത്രയും ചിലവാക്കി, ഇനി എന്തുവാ? വിഷമം കൊണ്ട് പറഞ്ഞു, ചിലർ പറഞ്ഞു അവന് ഒരു അഹങ്കാരം കൊണ്ട് പറഞ്ഞാണ്. ചില ഉലമാക്കൾ പറഞ്ഞു അല്ല, അവൻ്റെ വിഷമം കൊണ്ട്, ഇനിയും ഒത്തിരി ഞാൻ ചിലവാക്കി, ഇത്രയും പൈസ കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊക്കെയുള്ള. പിന്നെന്താ പറഞ്ഞേ? അയഹ്സബു അല്ലം യറഹു അഹദ്, അവൻ വിചാരിച്ചോ അവനെ ആരും കാണുന്നില്ല എന്ന്. അവൻ വിചാരിച്ചോ അവനെ ആരും കാണുന്നില്ല എന്ന്. ഇൻഷാ അല്ലാഹ് ഇവിടെ മുതൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമായ ഖുർആൻ അതൊരു സമുദ്രമാണ്, സാഗരമാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സമയമുണ്ട്, പഠിക്കാൻ സമയമുണ്ട്. ഈ അവസരങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഒരാൾക്കൊരു ജീവിതം, ലൈഫ് നൽകി, അള്ളാഹുവിൻ്റെ കലാമ കയ്യിൽ നൽകി, അത് പഠിക്കാനോ മനസ്സിലാക്കാനുള്ള സമയം നൽകിയിട്ട് അത് പഠിക്കാതെ നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനാണ് സഹോദരൻ. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പോവാണോ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. അറിഞ്ഞു അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ റോഷൻ സാഹിബിൻ്റെ വാപ്പാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ പിന്നെ പള്ളിയിലെ ഇമാമിന് വേണ്ടി പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇമാമ് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ഷേഖ് യൂസുഫ് ഈ പള്ളിയിലെ ഇമാമാണ് വഫാത്തായി. നമുക്കിവിടെ ക്ലാസ് തുടങ്ങുന്നതിന് നമുക്ക് പെർമിഷൻ തന്ന ആളാണ് അദ്ദേഹം. അള്ളാഹുലേക്ക് റഹ്മത്തിലേക്ക് യാത്രയായി. അവരത് പുറത്ത് വിട്ടിട്ടില്ല. ഇന്ന് നമ്മുടെ പള്ളിയിലെ ഇമാമാണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞ വിഷയം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല അത് പോയോ? വിളിച്ചായിരുന്നു. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين.
കാരുണ്യവാനായ പടച്ചവനെ, കരുണയുള്ള തമ്പുരാനെ, കൃപയുള്ള പടച്ചവനെ, ഞങ്ങളറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാവങ്ങളും നീ പുറത്ത് മാപ്പാക്കി താ അല്ലാഹ്. പാപരഹിതമായ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. ഞങ്ങളെ ഒരുമിച്ച് കൂടുതലെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നിന്റെ കലാമുമായിട്ട് അഭേദ്യമായ ബന്ധം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഹരമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് രസമാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, വിദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഈ മദ്രസയിലെത്തിയ ഓരോ സഹോദരങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ആരെ നീ പാഴാക്കല്ലേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ പടച്ചവനെ. നിന്റെ കലാമ്, നിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കുന്നത്, നിന്റെ ഖുർആൻ മനസ്സിലാക്കുന്നതിന് പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് യാത്ര ചെയ്ത് ദൂരങ്ങളിൽ നിന്നെത്തിയ സഹോദരങ്ങളെ കൂട്ടിപ്പെടുന്നത് അല്ലാഹ്. എല്ലാവരെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ റോഷൻ സാഹിബിൻ്റെ വാപ്പായുടെ ഖബറിന് നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ പടച്ചവനെ. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ. നിന്റെ വിശാലമായ റഹ്മത്ത് നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവെ അറിഞ്ഞോ അറിയാതെ വന്നു പോയ പാപങ്ങൾ നീ മാപ്പാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവെ പടച്ചവനെ, ഈ പള്ളിയിലെ ഇമാം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഷേഖ് യൂസുഫ് റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിയ മർഹൂം, അല്ലാഹുവെ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നല്ല മനുഷ്യനായിരുന്നു പടച്ചവൻ. ഈ ഒരു ദർസൂടെ തുടങ്ങുന്നതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന ആ ഇമാമിന് അല്ലാഹു ഇന്ന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നു പടച്ചവനെ. അല്ലാഹു മാരകമായ ക്യാൻസർ രോഗം പിടിച്ചു ഒരുപാട് വേദനയും പ്രയാസവും ദുഃഖവും അനുഭവിച്ച വ്യക്തിയാണ് പടച്ചവനെ. ജീവിതത്തിൽ വന്ന എല്ലാ പാവങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.